നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1994 പുറത്തിറങ്ങിയ കൃപാവർഷം എന്ന ഓഡിയോ ക്രിസ്ത്യൻ കാസറ്റിലെ കർത്താവേ നീ എൻ്റെ കൂടെയുള്ളതിനാൽ ഓരോ നിമിഷവും സ്വർഗീയം, ഈ പാട്ടാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് പ്രസിദ്ധ സംഗീതജ്ഞനായ ഫാദർ ആൻ്റണി ഉരുളിയാനിക്കലാണ്. ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയത് സിനിമയ്ക്കൊക്കെ പാടുന്ന മഞ്ജു മേനോനാണ്. നമുക്ക് വേണ്ടി ഇന്നിവിടെ ആലപിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വളരെ പ്രശസ്തിയായ ആൻ മേരിയാണ്. വളരെ മനോഹരമായ ഈ രചന തന്ന് ഞങ്ങളെ ധന്യരാക്കിയ ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചേലച്ചന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതിൻ്റെ റെക്കോർഡിംഗ് വേളയിൽ കോട്ടയത്ത് വെച്ച് അന്ന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ മൗലികമായ ഒരു രചനയാണ്. ആ മൗലികതയെപ്പറ്റി അച്ഛൻ എന്താ പറയാനുള്ളത്? മൗലികമെന്ന് പറയുമ്പോൾ അതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒന്ന്. ആ മൗലികതയ്ക്ക് പിന്നിൽ മൗലികമായൊരു അനുഭവമുണ്ട്. എൻ്റെ നവീകരണ അനുഭവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. കുളത്തുവയലിലെ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പരിശുദ്ധാത്മാ അഭിഷേകം സ്വീകരിച്ച ഒരു ആനന്ദാനുഭൂതിയിൽ ഒരു രാത്രി ഉറങ്ങാതിരുന്ന ഒരു അനുഭവമുണ്ട്. ആ രാത്രിയിൽ 2 പാട്ടുകൾ പിറന്നു വീണമെന്ന് പറയാം. കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ കവിത എഴുതുന്നതല്ല, എഴുതുന്നതാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി. വാസ്തവത്തിൽ ആ 2 പാട്ടുകൾ, ആ 2 ഗാനങ്ങൾ, ഒന്ന് നമ്മൾ നേരത്തെ എടുത്തു, കർത്താവേ നീ എൻ്റെ കൂടെയുള്ളതിനാൽ എന്നത് അന്നുണ്ടായ 2ാമത്തെ പാട്ടാണ്. ആദ്യത്തെ പാട്ട് എൻ്റെ കൈവിലങ്ങ് അഴിഞ്ഞു വീണു, യേശു എന്നെ വീണ്ടെടുത്ത് തന്നു, ആ ഗാനമാണ്. കർത്താവേ നീ എൻ്റെ കൂടെയുള്ളതിനാൽ ഓരോ നിമിഷവും സ്വർഗീയം എന്നത് വാസ്തവത്തിൽ ആ രാത്രി ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ വരിയും പാടി പാടി അടുത്ത വരിയിലേക്ക് വന്ന് അത് പാടി പാടി ഒരുപാട് വരികൾ പാടി. എൻ്റേതായ ഈണത്തിലാണെന്ന് പാടിയത്. അപ്പോൾ അതുവരെ എനിക്ക് ഇല്ലാതിരുന്ന ഒരു ദൈവാനുഭവം അന്ന് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു പാട്ടായി വന്നു. ഫാദർ ജോർജ് നരിപ്പാറ, തലശ്ശേരി രൂപതയിലെ ഒരു അച്ഛനന്ന് ധ്യാനിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും വീണ്ടും തിരിച്ചു കയറുന്നതൊക്കെ കണ്ട് അച്ഛൻ കൗതുകത്തോടെ ഇറങ്ങി വന്ന് എന്നെ കൂടെ ഒന്ന് കേൾപ്പിക്കണം എന്ന് പറയുന്നത് അച്ഛന് വേണ്ടി കൂടി ഞാൻ അതോടെ ഒന്ന് പാടിയ രംഗമൊക്കെ ഓർക്കുന്നു. അങ്ങനെ മൗലികമായൊരു അനുഭവത്തിൽ നിന്ന് വന്നതായതുകൊണ്ടായിരിക്കാം ആ പാട്ട് മൗലികമായത്. അതുപോലെ തന്നെ ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, ഈ അനുഭവത്തിൽ നിന്ന് ഊറി വന്ന ചിന്തകൾ,
ആ ചിന്തകളും അതുവരെ ആരും പറയാത്ത തരത്തിലുള്ള ചിന്തകളായതുകൊണ്ട് അത് മൗലികമായി തീർന്നു എന്നതാണ് സത്യം. ഈ പാട്ട് അന്ന് ട്യൂൺ ചെയ്ത് കേട്ടപ്പോൾ അച്ഛൻ മനസ്സിൽ അന്ന് ഒരു ഈണത്തിലൊക്കെ അന്ന് പാടിക്കാണുമല്ലോ, അതിന് യോജിച്ചൊരു ഈണമാണെന്ന് തന്നെ തോന്നിയില്ലേ? ഞാൻ പാടിയ ഈണത്തേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് ആ പാട്ട്. ഞാനൊരു സംഗീതജ്ഞനല്ലാത്തതുകൊണ്ട് എൻ്റേതായ ചില താളങ്ങളിൽ ഞാനത് ആലപിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അത് വെർഡിയാനി കിച്ചൻ്റെ കൈ കിട്ടിയപ്പോൾ സണ്ണിയൊക്കെ അന്ന് ആ ടീമിലുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അത് എത്രയോ മനോഹരമായിട്ടാണ് അത് നിയതമായ രൂപത്തിൽ വാർന്നു വീണത്. പക്ഷെ അതിനകത്ത് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായ ഒരു മാറ്റവും അന്ന് ഞാൻ എഴുതിയതിൽ നിന്നും മാറ്റി എഴുതേണ്ടി വന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ ധ്യാനം പ്രസംഗിക്കുക. അപ്പം എനിക്ക് വേണ്ടി ഫാദർ ഫ്രാൻസിസ് ചേലപ്പുറത്താണ് മേൽനോട്ടം വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അതിനകത്ത് ഞാനും ചെയ്തിട്ടുണ്ട്. അന്ന് ഓർക്കസ്ട്ര ചെയ്ത് ഈ പാട്ട് കേട്ടപ്പോൾ ഈ നീ എൻ്റെ കൂടെ ഇല്ലാത്ത വിഷമവും, നീ എൻ്റെ കൂടെ ഉള്ളതിനാൽ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം, ആഗണി ഇല്ലാത്തതിൻ്റെ ഫീൽ ചെയ്യുന്ന ആ ഓർക്കസ്ട്ര കൊടുത്ത ആളെ അച്ഛൻ ഓർക്കുന്നുണ്ടല്ലോ, വയലിൻ ജേക്കബ്. തീർച്ചയായിട്ടും. കർത്താവേ നീ എൻ്റെ കൂടെ ഉള്ളതിനാൽ ഓരോ നിമിഷവും സ്വർഗീയമെന്ന് അന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഈശോ എൻ്റെ കൂടെ കാണാനാവാത്ത വിധത്തിൽ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അതിനു മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നു ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നും അവിടെ നിന്നെ കൈവിടുകയില്ലെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷെ അതൊരു ബോധ്യത്തിൻ്റെ തലമായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ അനുഭവം വന്നപ്പോൾ ഈശോയുടെ ഒരു വ്യക്തി സാന്നിധ്യം എന്നോട് ചേർന്ന്, അല്ലെങ്കിൽ ഈശോ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന ഒരു അനുഭവമായിട്ട് വന്നു. എല്ലാം നമ്മൾ കാണുന്നില്ലല്ലോ, വിശ്വാസം കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള ഒരു അനുഭവം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അതാണല്ലോ കാണാതെ വിശ്വസിക്കണമെന്ന് പറയാൻ ഒരു കാരണം. അപ്പോൾ ആ ഒരു വലിയ അനുഭവം, ഈശോ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള, എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നോട് കൂടെ എന്നെ കൈവിടാതെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു അനുഭവം, അത് ഒരു വലിയ ഉറപ്പ്, അല്ലെങ്കിൽ വലിയൊരു നിറവ്, അല്ലെങ്കിൽ ഒരു ധൈര്യം, അങ്ങനെ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം. ഞാൻ നിസ്സാരനാണെങ്കിലും ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല, കർത്താവ് കൂടെ ഉണ്ട്. നേരത്തെ അത് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ബോധ്യത്തിൻ്റെ തലത്തിൽ നിന്നിരുന്നു. ആ വ്യത്യാസം ഓരോ നിമിഷവും എനിക്ക് സ്വർഗീയമാണ്, സന്തോഷം തരുന്നതാണ്. കരുണയാൽ നീ എന്നെ വീണ്ടെടുത്തു എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും വാസ്തവം. ആ ബോധ്യം എന്ന് പറയുന്നത് അപാരമായൊരു ബോധ്യമാണ്. അല്ലെങ്കിൽ ആ ബോധ്യത്തിനപ്പുറത്തുള്ള ആ വിശ്വാസം, അത് എനിക്കൊരു ഉറപ്പ്, എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, അവിടുത്തെ കരങ്ങൾ എന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തമല്ല, അവന് ആജീവനാന്തം ഞാൻ കടപ്പെട്ടിരിക്കുക. അപ്പോൾ വീണ്ടെടുത്തവൻ്റെ സ്വന്തമായി തീർന്ന അനുഭവം, അത് ഈ വരികളിലൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അല്ലത്, അത് ഭാഷയ്ക്ക് അതീതമായിട്ട് നിൽക്കുന്ന ഒന്നാണെങ്കിലും അന്നത്തെ ആ അനുഭവം ഒന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷെ അത് സംഗീതം വന്നപ്പോൾ അത് അച്ഛൻ കൂട്ടിച്ചേർക്കേണ്ടതെല്ലാം സംഗീതത്തിൽ വന്നു. സംഗീതം ഭാവം വരുന്ന അവിടെയാണല്ലോ. നമ്മൾ എത്ര വരികൾ എഴുതിയാലും അർത്ഥങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഭാവതലം വരുന്നത് സ്പർശിക്കുന്ന അവിടെയാണല്ലോ. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് സംഗീത സംവിധാനം ചെയ്തു. അതിൻ്റെ പശ്ചാത്തലം അതുപോലെ തന്നെ വന്നു, നല്ല ഓർക്കസ്ട്രേഷൻ, അത് ഹൃദ്യമായിട്ട്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ടു നോക്കാം. സൗജന്യമായി
അനുപല്ലവി എഴുതിയപ്പോൾ ഈ ഒരു താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഒരു ഫീലിംഗ് അച്ഛനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി അച്ഛൻ എന്നാ പറയണേ? അനുപല്ലവിയിൽ ആത്മാവിൽ അവിടുത്തെ അഭിഷേകമേറ്റ ഞാൻ ഓരോ ദിവസവും പുതിയ സൃഷ്ടി. അപ്പോൾ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം എപ്പോഴും വരുന്നതായിട്ട്. അപ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ സ്നേഹം എന്നും പുത്തനാണ്, അതുകൊണ്ട് ഓരോ ദിവസവും അത് പുതിയതായിട്ട് നമുക്ക് അനുഭവപ്പെടല്ലേ. അപ്പോൾ അതുവരെയുള്ള ജീവിതത്തിനെല്ലാം ഒരു മാറ്റം, എപ്പോഴും ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടുന്ന അവസ്ഥ, അത് പുതിയ സൃഷ്ടിയാണെന്നുള്ള എന്ന് പറഞ്ഞ അർത്ഥം പഴയതെല്ലാം പോയി, ഓരോ ദിവസവും ഞാൻ ഫ്രഷായൊരു പുതിയ സൃഷ്ടി. അപ്പോൾ ഇന്നലകളെക്കുറിച്ച് എനിക്ക് ദുഃഖിക്കാനോ ഓർത്തോർത്ത് അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാകാനോ ഒന്നും കാരണമില്ല. കാരണം അവിടെ തന്നെ എന്നോട് അടുത്ത വരി അതാണ്, കരുണയാൽ വീണ്ടെടുത്തതിൻ്റെ ആ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ പാവവും കടങ്ങളും എല്ലാം ഏറ്റെടുത്തതിനാൽ എനിക്കുണ്ടാകുന്നൊരു പുതിയ അനുഭവം ഉണ്ടല്ലോ, ആ വിടുതലിൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റുള്ളവരുടെ കടങ്ങൾ ക്ഷമിക്കണമെന്ന് വരുന്നത്. എൻ്റെ നിരവധിയായ കടങ്ങൾ ക്ഷമിച്ച് പുറത്ത് എന്നെ പുതിയ സൃഷ്ടിയാക്കുമ്പോൾ വേറൊരാളുടെ കടങ്ങൾ പുറത്ത് ആ വ്യക്തിയെ ഞാൻ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് നീ എൻ്റെ പാപം മോചിച്ചതിനാൽ ആരുടെ കുറ്റവും ക്ഷമിക്കേണ്ടവനാണ് ഞാനെന്ന തിരിച്ചറിവ്, ആ അനുഭവം യഥാർത്ഥ ഒരു ക്രിസ്ത്യൻ ഫീലിംഗ് എന്ന് പറയുന്നത് അതാച്ചോ നമുക്ക് ആ കവിതയിലൂടെ കിട്ടുന്നത്. നമ്മളോട് ദൈവം അനന്തമായ നമ്മൾ ക്ഷമയ്ക്ക് എന്നാ ബൗണ്ടറി ഇല്ലാത്ത ക്ഷമ തന്നപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറല്ലാത്ത ആ അനുഭവത്തിൽ നിന്നൊരു വിടുതൽ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഭയങ്കരമായ ഒരു കടം ദൈവം എനിക്ക് ക്ഷമിച്ച് പുറത്ത് തന്നു, ദൈവത്തോട് എനിക്കുള്ള കടം, പാപകടം. അപ്പോൾ ഒരു ചെറിയ കടം ക്ഷമിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് എനിക്ക് സാധിക്കില്ല. ഈ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അനുഭവം അതാണ്. ഈ പാട്ടിൻ്റെ ഈ മൗലിക രചന ഉണ്ടായെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അച്ഛനോട് വേറൊരു സംഗീത സംവിധായകൻ ചോദിച്ചല്ലോ, ഇതുപോലെ എനിക്കൊരു പാട്ട് കിട്ടണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്? ഉണ്ട്. കാരണം എപ്പോഴും സംഭവിക്കുന്നത് മൗലികമായ ഒരു കൃതി വന്നാൽ അതെന്തോ ആകട്ടെ, സിനിമയാകട്ടെ, അത് വന്നാൽ അതുപോലുള്ള കുറേ അതിനെ അനുകരിച്ച് അതിനെ ഉപജീവിച്ചിറങ്ങും. അതുപോലെ ഒരു പാട്ട് വരുമ്പോൾ, മൗലികമായൊരു പാട്ട് വരുമ്പോൾ അതിനെ ഉപജീവിച്ച് പലതും പെട്ടെന്ന് ഇറങ്ങും. അതെ. ഇപ്പോൾ തിരുനാമകീർത്തനം ആദ്യമായിട്ട് വന്ന ആ സാഹിത്യം ഞാൻ ഓർക്കുന്നു, എത്രയോ പെട്ടെന്നാണ് അതിനോട് സാമ്യമുള്ള ഒരുപാട് രചനകൾ പെട്ടെന്ന് വന്നു. അതെ, അച്ഛനതിന് തുടക്കം കുറിച്ചെന്നേ ഉള്ളൂ. തുടക്കം കുറിച്ചെന്നുള്ളതല്ല, ഒരു മൗലികമായതൊന്ന് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് പുതിയ രചനകൾ അതിൻ്റെ അനുകരണം പോലെ വരും. അതെ. അത് കുറ്റമാണെന്നോ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം മൗലികത എപ്പോഴും പലതിനെ ജനിപ്പിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ എന്നോട് ചോദിച്ച ആൾ പറഞ്ഞത്, എനിക്ക് ഇതിൻ്റെ ഒരു പാരഡി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അനുകരണം ഉണ്ടാക്കാനോ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അച്ഛൻ തന്നെ ഇതുപോലെയുള്ള വേറൊരു മൗലികമായത് എനിക്ക് തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മുടെ സംഗീത വിഭാഗത്തിലുണ്ട് അച്ഛൻ. ഇപ്പോൾ ഇളയരാജയുടെ ഒരു കാലം വന്നപ്പോൾ അതിനൊരു മൗലികമായ മാറ്റം സംഗീതത്തിന് വന്നതാണ്. കാരണം ഫോക്ക് സോങ്ങും ക്ലാസിക്കലും എല്ലാം കൂടെ കൂട്ടിയുള്ളത് റഹ്മാന് ശേഷം. അങ്ങനെ സംഗീത സംവിധാന രംഗത്തും ഓരോ യുഗങ്ങളുണ്ടല്ലോ. അപ്പം മൗലികമായതിനെ മറ്റുള്ളവരെ അനുകരിക്കുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ അവർക്ക് ഒരു ചേഞ്ച് കിട്ടിയ സമയമാണ്, അവർ അതിനോട് കൂട്ടിച്ചേർക്കുന്നു. അത്രേ തെറ്റല്ല, പക്ഷേ മൗലികമായതിനെപ്പോഴും അതിൻ്റെതായൊരു തനിമയുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് മറ്റൊരു മൗലികമായ രചന തരണമെന്ന് ചോദിച്ചു. വളരെ താല്പര്യപൂർവ്വം ചോദിച്ചു. നമുക്കിതിൻ്റെ ചരണമൊന്ന് കേട്ട് നോക്കാം. Yeah.
നിലവിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ഷമയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പം ചരണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അനന്തമായി നീ എന്നെ സ്നേഹിച്ചതിനാൽ എവിടെയും ഞാനിന്ന് വിലയുള്ളവനെന്നാണ്. അപ്പോൾ എൻ്റെ മൂല്യം എന്ന് പറയുന്നത്, എൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവം എന്നെ അത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്നെ എത്രമാത്രം അവിടെ നിന്ന് സ്നേഹിക്കുന്നു അറിഞ്ഞപ്പോൾ ആ അറിവ്, ആ അനുഭവം എൻ്റെ മൂല്യം വർദ്ധിച്ചായിട്ട് എനിക്ക് തോന്നുക. അപ്പോൾ ഞാൻ എവിടെയും വിലയുള്ളവനായി തീർന്നു. അത് വെറുതെ തോന്നൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാനിത് ആസ്വദിക്കുക. കാരണം എവിടെ ചെല്ലുമ്പോഴും എന്നെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതുവരെ ഇല്ലാത്തൊരു ആദരവും ബഹുമാനവും പരിഗണനയും എല്ലാം എനിക്ക് പിന്നീട് കിട്ടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചില്ലേ. അപ്പോൾ ഞാനത് ഒരു വിശ്വാസത്തിലൂടെ അത് ഏറ്റുവാങ്ങിയപ്പോൾ, അവന് വേണ്ടി തന്നെ ജീവിക്കാൻ എന്നെ സമർപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം മറ്റുള്ളവർ കാണാനിടയാവുന്നുണ്ട്. അതെൻ്റെ മൂല്യം, കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മൂല്യം. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ഓശാന ഞായറാഴ്ചത്തെ കഴുതയെക്കുറിച്ച് ഒരു പരാമർശം കേട്ടിട്ടില്ലേ? കഴുതയുടെ പുറത്ത് ഈശോ ഇരുന്നപ്പോൾ കഴുതയെ എല്ലാവരും വിലമതിക്കുന്നതായിട്ട് കഴുത തിരിച്ചറിഞ്ഞു. കാരണം വസ്ത്രങ്ങൾ വിരിക്കുന്നു, കഴുത പോകുന്ന വഴിയിൽ മരച്ചില്ലകൾ പിടിച്ച് ഓശാന വിളിക്കുന്നു. അപ്പോൾ കഴുത ഈ വസ്ത്രങ്ങളിലൂടെ ചോട്ടിയല്ല കഴുത പോയത്. പക്ഷേ അത് കർത്താവ് കൂടെ ഉള്ളതിൻ്റെ ഒരു പരിഗണനയാണ്. അപ്പം എന്ന് പറയുന്നത് പോലെ കർത്താവ് കൂടെ ഉള്ളപ്പോൾ എനിക്ക് ആ പരിഗണന എനിക്കും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ ആശ്ചര്യപ്പെടുത്തി. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, ഞാൻ അങ്ങനെ ഒരു പൂർണ്ണ ധ്യാനമൊന്നും പ്രസംഗിക്കാൻ, മറ്റ് പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, ഇടയ്ക്ക് ഓരോ പ്രസംഗം പറയാറുണ്ട് എന്നല്ലാതെ ഒരിക്കലും ഒരു പൂർണ്ണ ധ്യാനം പ്രസംഗിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു വന്യപിതാവ് എന്നെ കണ്ടപ്പോൾ പറയാണ്, ഇത്തവണത്തെ ഞങ്ങളുടെ അച്ഛന്മാരുടെ ധ്യാനം പനശേഖരച്ചനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിതാവ് ഇതുവരെ ഒരു ധ്യാനം ഞാൻ പൂർണ്ണമായിട്ടും പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ പിതാവ് പറയാണ്, ശരിയായിരിക്കാം, പക്ഷേ അച്ഛൻ്റെ ഒരു ഓമിലി ഞാൻ കേട്ടു. പിന്നെ അച്ഛനോട് ഞാൻ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അച്ഛനെ കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കൃപ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ ഒരു എവിടെയും ഞാൻ വിലയുള്ളവനായി തീരുകയും എന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക്. നമ്മുടെ നിത്യജീവിതത്തിലും ഇത് തന്നെയാണ്. നമ്മൾ ഭാര്യയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, കുട്ടികളെ സ്നേഹിക്കുമ്പോൾ ഒക്കെ അവർക്ക് വിലയുണ്ടാകുന്നത്. നമുക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ നമ്മളവിടുത്തെ സ്റ്റാഫിനെയൊക്കെ നമ്മൾ പരിഗണിക്കുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കാ വിലയുണ്ട്. കാരണം അവർ നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ അവർ തയ്യാറാവുകയാണ്. അപ്പോൾ വിലയുള്ളതാക്കി തീർക്കുക. തീർച്ചയായിട്ടും. ഞാനിത് കണ്ടിട്ടുണ്ട്, ഒരാൾ ആദരണീയനായിട്ട് മാറുന്നപ്പോഴാണ്. ആദരണീയനായ ഒരാൾ മറ്റൊരാളെ ആദരിക്കുമ്പോൾ ആ ആളും ആദരണീയനായിട്ട് മാറുക. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഒരു ഇടവകയിലും മറ്റൊക്കെ എത്രയോ പേരുണ്ട് ആദരണീയരല്ലാതെ അവഗണിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നവർ. അങ്ങനെയുള്ളവരെ വികാരിച്ചൻ ചെന്ന് കാണുകയും അവരുടെ വീട്ടിലൊന്ന് പോവുകയും അവരെ ആദരിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ അവർ ആദരണീയരായിട്ട് മാറും. ആദരണീയരായിട്ട് മാറിയാലത്തെ ഗുണം എന്നാന്ന് വെച്ചാൽ പിന്നെ ആദരണീയമല്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. സണ്ണി പറഞ്ഞതുപോലെ നമ്മളങ്ങോട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ച് അതുപോലെ ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് വില കുറഞ്ഞ ഒരു പരിപാടി അവർക്ക് നടത്താൻ പറ്റില്ല. പിന്നെ അതാണ് ഈശോ ചെയ്തതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനെ ആദരിച്ച് വിലമതിച്ച് അവനെ മഹത്വപ്പെടുത്തി. അപ്പോൾ നമ്മൾ മഹത്വമുള്ളവരായി തീർന്ന അങ്ങനെയാണ്. ഇത് ചുമ്മാ ഒരു ആശയമല്ലത്, അത് അനുഭവമാണ്, സത്യമാണ്. അത് സത്യമാണ്, അനുഭവമാണ്. അപ്പോൾ അത് ഞാൻ അനുഭവിച്ചു എന്നുള്ളത് എൻ്റെ വരികളിൽ വന്നു. പക്ഷേ അത് പിന്നീട് അതൊരു പ്രവചനം പോലെ വന്നു. കാരണം എനിക്ക് തന്നെ അന്ന് തോന്നുകയാണ് ഞാൻ ഇന്ന് നിസാരനല്ല. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുള്ള ഒരാളായി ആദരിക്കപ്പെട്ട് പാട്ടിൽ പറഞ്ഞ പോലെ തന്നെ ആയത് തിരിച്ചറിയാൻ പറ്റി. അതുപോലെ തന്നെ അടുത്ത വരികൾ നമ്മൾ പറയുന്നത്, അധരങ്ങളിൽ നിൻ്റെ വചനമേൽക്കുകയാൽ നിർഭയമെങ്ങും പ്രവാചകൻ ഞാൻ. സത്യത്തിൽ അത് സംഭവിച്ചു. കാരണം കർത്താവിൻ്റെ വചനം നമ്മുടെ വചനങ്ങളിൽ വന്നതോടുകൂടി ദൈവത്തിൻ്റെ നാമത്തിലല്ലേ നമ്മൾ സംസാരിക്കുന്നത്.
ഭയമില്ലാതെ ആരുടെ മുമ്പിൽ ഇത് ശരിയല്ലെന്ന് പറയാനുള്ള ഒരു ധീരതയും ഒരു ആർജവവും ഉണ്ടായി. നമ്മൾ ശരിക്കും അതോറിറ്റിയായി, ഒരു അതോറിറ്റിയായി. അവിടെ കർത്താവിൻ്റെ ആ കർത്തൃത്വം നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവമാണ്. അപ്പം അങ്ങനെ ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഒരു പ്രവാചക ദൗത്യത്തിൻ്റെ അനുഭവമാണത്. അപ്പോൾ അധരങ്ങളിൽ വചനമുള്ളത് കൊണ്ട് ആധികാരികമായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നു. പണ്ടൊക്കെ ഒരു ചെറിയ സദസ്സ് നിൽക്കുമ്പോൾ പോലും ഒരു എന്താ പറയുക, ആശങ്കയോടെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്നെ ഏത് പണ്ഡിതരുടെ സദസ്സ് നിൽക്കുമ്പോഴും, ഞാനറിയാം കോളേജ് അധ്യാപകരുടെ വലിയ വലിയ ഡിഗ്രികളുള്ളവരുടെ മുമ്പിൽ എത്രയോ ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അച്ഛന്മാരുടെ PhD DD ഒക്കെയുള്ള വലിയ പണ്ഡിതരായിട്ടുള്ള പ്രൊഫസേഴ്സായിട്ടുള്ളവരുടെയൊക്കെ മുമ്പിൽ, അഭിയന്ന പിതാക്കന്മാരുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ കർത്താവ് തന്ന ഈ വചനം, ഈ ജ്ഞാനവും ഉള്ളതുകൊണ്ട് നിർഭയം കർത്താവിൻ്റെ നാമത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവനാമത്തിൽ സംസാരിക്കുന്നതെന്നുകൂടിയാണ്. അപ്പോൾ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി, അത് ഉണ്ടായി കാണാൻ സാധിച്ചു. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം.
ഈ പാട്ട് ഒറിജിനലായിട്ട് പാടിപ്പിച്ചപ്പോൾ ഒരു ഫീമെയിൽ സിംഗറാണെന്ന് പാടിയത് മഞ്ജു മേനോൻ. അന്ന് കടപ്പെട്ടവൻ ഞാൻ എന്നാണ് പാടിയത്. അപ്പോൾ ഇത് രണ്ടാമത് റീറെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിയാനിക്കച്ച എന്നെ ഓർപ്പിച്ചായിരുന്നു, ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, ഇപ്പോഴും ഫീമെയിൽ തന്നെയാണ് പാടണമെങ്കിൽ ഓർക്കത്തോളം കൊണ്ടുവന്ന് പറഞ്ഞു. പാടഭേദം നമ്മൾ വരുത്തിയല്ലോ. അത് വരുത്തുമ്പോൾ ഒരു കാര്യമുള്ളത്, ചില പാട്ടുകൾ ഇപ്പം രചനയുടെ സമയത്ത് നമ്മൾ ആര് പാടുന്നു എന്ന് വിചാരിച്ച് എഴുതുകയല്ല. അല്ല, അതുപോലെ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതുമ്പോൾ എൻ്റെ അനുഭവമായിട്ടാണല്ലോ എഴുതുന്നത്. പിന്നെ ചില പാട്ടുകൾ മെയിൽ വോയിസിലും പിന്നീട് അത് ഫീമെയിൽ വോയിസിൽ 2 വെർഷൻ വരുമല്ലോ. വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൽ വെർഷനിലും മെയിലിൻ്റേതായ രീതിയിലും ഫീമെയിലിൽ അങ്ങനെയും വരും. പക്ഷേ അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ല, കാരണം ഒരു പാട്ടെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ എല്ലാവരും മെയിലല്ലല്ലോ, എല്ലാവരും ഫീമെയിലും അല്ല, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ മെയിൽ പാടുന്നൊരു പാട്ട് ഫീമെയിൽ കേൾക്കുമ്പോൾ അവരങ്ങനെ അങ്ങ് എടുത്താൽ മതി. അങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പാട്ടിനെ സംബന്ധിച്ച് അങ്ങനെ ബലം പിടിക്കണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഫീമെയിൽ പാടുമ്പോൾ അത് ഫീമെയിൽ ജെൻഡറിൻ്റെ ഭാഷ ഉപയോഗിക്കണമെന്ന് നിർബന്ധം പിടിക്കണമെന്ന് എനിക്കില്ല. ഏതായാലും നമ്മളിവിടെ ഒരു ചെറിയ പാഠഭേദം വരുത്തിയിട്ടുണ്ട്. നല്ല കാര്യം, സന്തോഷം. ഏതായാലും ഈ മൗലികമായ ഒരു രചന എന്തെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതായത് ഒരു സ്ട്രാറ്റജിക്കൽ ചേഞ്ചാണ് അത്. ഓരോ സമയത്തുണ്ടാകുന്ന ഒരു ഫീലിങ്സ് മൗലികമാകുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി എനിക്ക്. അപ്പോൾ ഏതായാലും ഇത്രയും മൗലികത അച്ഛൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും കൂടെ ആകുമ്പോൾ അതിന് ഒരു ജീവൻ തുടിക്കുന്ന ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഈ രചന ഞങ്ങൾക്ക് ഒരു സമ്മാനമായി തന്നതിന് അച്ഛന് എല്ലാവിധ നന്ദിയും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി.